SI ആയിട്ട്, ഇത് CI കാലഘട്ടത്തിലാണ്. ഈ SI ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ദേശത്തിന്റെ മുഴുവൻ ചുമതലക്കാരൻ ഒരു സബ് ഇൻസ്പെക്ടർ ആണല്ലോ, ആ നാടിന്റെ മൊത്തം രക്ഷകർത്താവ്. ഒരു SI ഒരു നാട്ടിലുണ്ടെങ്കിൽ അയാളെ അറിയാത്ത ആരും ഉണ്ടാവില്ല. ഇന്നിപ്പോ SI ആരാന്ന് വെച്ചാൽ ആർക്കും അറിയില്ല, CI ആരാന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. ഇന്നത്തെ കാലം അതാണ്. അന്ന് ഒരു SI ആ നാടിന്റെ എല്ലാം. അന്ന് വരുന്ന മോഷണ കേസുകൾ ഉള്ള ഒരു സ്വഭാവം ഉണ്ടായിരുന്നു SI ആയിരുന്ന കാലഘട്ടത്തിൽ. SI ആയിരുന്ന കാലത്ത് അധികവും വരുന്നത്, നമുക്ക് മിക്കവാറും വരുന്നത് ബൈക്ക് മോഷണം, കാറ് മോഷണം അപൂർവമായിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെയൊക്കെ. പിന്നെ വരുന്നത് ഈ ഭണ്ഡാരപ്പെട്ടികൾ പൊട്ടിക്കുക, ദൈവത്തിന്റെ സ്വത്ത് അടിച്ചുകൊണ്ട് പോകും. ദൈവത്തിൻ്റെ സ്വത്ത് അത് വ്യാപകമായിട്ട്. അത് രസമല്ല. ചില ഒരു കള്ളൻ, ഒരു ക്രിസ്ത്യാനി കള്ളൻ, വർഗീയതയല്ല കള്ളന്മാര് വർഗീയതയില്ല, ഒരു കള്ളൻ, അവൻ ക്രിസ്ത്യാനിയാണ്. ആ പള്ളിയിൽ മാത്രമേ കാക്കൂ, ക്രിസ്ത്യൻ പള്ളിയിൽ മാത്രമേ കാക്കത്തുള്ളൂ. അത് ഒരു പള്ളിയിലൊക്കെ 3-4 തവണ കട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു കളവ് നടന്ന അടുത്ത കളവിന് അറിയാം ഇവൻ തന്നെ ആയിരിക്കും മിക്കവാറും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് വ്യക്തമാവും. പക്ഷെ എന്നാലും അവൻ അവിടെ തന്നെ കയറും. അതുപോലെ തന്നെ ഈ അമ്പലങ്ങളിൽ സ്ഥിരമായിട്ട് ഒരേ അമ്പലം എന്താ പറയുക അതിനെ കുറിച്ച്, നമ്മൾ ദൈവത്തിൻ്റെ പൈസയില്ലേ എനിക്കെന്ത് എന്നുള്ള രൂപത്തിലാണ് അവൻ പറയുന്നത്. അവൻ അതിനകത്ത് ഒരു പശ്ചാത്താപവും ഇല്ല. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ദൈവത്തിൻ്റെ പൈസ അവിടെ കിടക്കുന്നുണ്ട്, ഞാനും എടുത്തു, ഞാൻ എടുക്കുവാന്നേന്നും പറഞ്ഞ് ഞാൻ എടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അതങ്ങനെ ചിലർ എന്ന് പറഞ്ഞാൽ ഒരേ അമ്പലത്തിൽ തന്നെ 2-3 തവണ കയറും. ഈ അമ്പലങ്ങൾക്ക് ഒരുപാട് ഭണ്ഡാരപ്പെട്ടി ഉണ്ടാവുമല്ലോ, ഒരമ്പലത്തിൽ തന്നെ പല ഭാഗത്തും ഉണ്ടാവും, പല റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഒരേ അതിപ്പം ഞാനൊക്കെ ചോദിച്ചിട്ടുണ്ട്, എടാ വിഷ്ണു നിനക്കെന്നടാ ഈ അമ്പലത്തിനോട് വല്ല വിരോധം വരണോ? വിഷ്ണു എന്ന് പറഞ്ഞാൽ കള്ളനെ പിടിച്ചെന്ന് ചോദിച്ചാൽ നിനക്കെന്നടാ ഈ അമ്പലത്തിനോട്, ഈ വളവട്ടത്ത് തന്നെ നടന്ന സംഭവമാണ്. എന്നുവെച്ചാൽ നീ അമ്പലത്തിനോട് അത്ര, നീ 3 അമ്പലമാണ് ത്തിലല്ലേ ഇപ്പം മോഷണം നടത്തി, എന്താ അമ്പലത്തിനോട് ദേഷ്യമൊന്നും തന്നിട്ടില്ല, ഭഗവാന്റെ സ്വത്തല്ലേ സാർ. ഇതാണ് അവരുടെ മറുപടി. അത് വലിയ പൈസ ഒന്നും കിട്ടൂല്ലോ, അങ്ങനെ വലിയ പൈസ. പക്ഷേ ഇവന്മാർ അതിനകത്തുനിന്ന് പിന്നെ ഒരു വിഗ്രഹമെല്ലാം മുടിച്ചുകൊണ്ട് പോയിരുന്നു. ഈ വിഷ്ണു അടക്കുന്ന ടീം അവർ വിഗ്രഹം അടിച്ചുകൊണ്ട് വരുന്നത് നനിയൂർ മമ്പറം എന്ന് പറയുന്ന സ്ഥലത്ത് ക്ഷേത്രത്തിൻ്റെ വിഗ്രഹം അടിച്ചുകൊണ്ട് പോയിട്ട്, അത് ആലക്കോടുള്ള ഒരു കള്ളൻ, അത് ഞാൻ കള്ളനാണ് എന്ന് അറിയാതെ ജീവിച്ചു വന്നിരുന്ന ഒരു കള്ളൻ, ആ നാട്ടിൽ കള്ളനല്ല, പണ്ട് നല്ല കള്ളനായിരുന്നു. അത് എവിടുന്നാ? അങ്ങ് തിരുവിതാംകൂറിൽ നിന്ന് അങ്ങ് ആലക്കോട് അങ്ങ് ഉള്ളിൽ, എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ അങ്ങേ അറ്റത്ത് ബോർഡറിൽ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്ന് ഞങ്ങൾ റിക്കവറി നടത്തുന്നത്. അതും ഇതുപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ വീടിൻ്റെ പുറകിൽ മതിൽ, ഈ താഴ്ചയുള്ള സ്ഥലമാകുമ്പോൾ തട്ടായിരിക്കുമല്ലോ ഭൂമി, അപ്പോൾ തട്ടിന് കെട്ടുന്ന ചെറിയ കല്ല് വെച്ചായിട്ടായിരിക്കും ഇത് കെട്ടുന്നുണ്ടാവുക. അതിനകത്ത് എന്ത് ചെയ്യുന്നു, ഇതൊരു കല്ലും കളക്കി ഈ ചെറിയ വിഗ്രഹമാണ്, ആ വിഗ്രഹം അതിനകത്തോട്ട് വെച്ച് കല്ല് വെച്ച് അടച്ച് അവിടെ നിന്നാണ് ഈ വിഗ്രഹം അമ്പലത്തിൽ നിന്ന് കവർ ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ഒത്തിരി വിഗ്രഹ മോഷ്ടാക്കൾ ഒരു കാലത്ത് നാട്ടിലുണ്ടായിരുന്നു. ഈ വിഗ്രഹമൊക്കെ ആരാണ് എടുക്കുക? ഇതിനൊക്കെ വില നിശ്ചയിക്കുന്ന ഏത് മേഖലയായിരിക്കും? വിഗ്രഹത്തിന് ഇത്ര വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാവണം. എല്ലാ വിഗ്രഹവും ഈ പറഞ്ഞ പോലെ വാല്യൂ ഉള്ളതായിരിക്കില്ലല്ലോ. അതെങ്ങനെയാണ് ഇവര്? മിക്കവാറും വിഗ്രഹങ്ങൾ പഞ്ചലോഹമായിരിക്കും. ഇതിനൊരു പ്രത്യേക ശക്തി ഉണ്ടെന്ന് ഉള്ള ഒരു വിശ്വാസം ഉള്ള കുറേ ആൾക്കാരുണ്ട്. ഈ ആൻറ്റിക് എന്ന് പറയുന്ന സാധനം അതിനകത്ത് പെടുന്ന വിഗ്രഹങ്ങളാണ്. അതിനൊരു കാന്തിക ശക്തിയും പിന്നെ അല്ലാതെ തന്നെ അതിനൊരു പ്രഭയും, പിന്നെ വിശ്വാസികൾക്കാണെങ്കിൽ ഈ വിഗ്രഹത്തിനോട് പ്രത്യേകതയുണ്ട്. ഇത് നമ്മളൊരു കിട്ടിയ വിവരം വെച്ചിട്ടാണെന്നെങ്കിൽ സാധാരണ കള്ളന്മാർ ഇതിൻ്റെ പഞ്ചലോകത്തിൻ്റെ വില വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ചില ഓടായിരിക്കും, അതിൻ്റെ വില വെച്ചിട്ടായിരിക്കും ഇവർ കൊടുക്കുന്നുണ്ടാവുക. എന്നാൽ ഈ വാങ്ങുന്ന ടീം ഇത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്, വൻ പൈസ വാങ്ങുന്നു എന്നുള്ളത്. നമ്മുടെ ഇപ്പം മാവുങ്കലിൻ്റെ കേസില്ലായിരുന്നോ, മോൺസൺ മാവുങ്കലിൻ്റെ കേസ് അതുപോലെ തന്നെയാണല്ലോ. പുള്ളി ഏതൊക്കെയോ രാജാക്കന്മാരുടെ കിരീടവും അതേ കസേരയൊക്കെ അവിടെ കൊണ്ടിട്ടിട്ട് ആൾക്കാരെ പറ്റിച്ചിരുന്നില്ലേ. ഇത് ഒറിജിനലായിട്ട് ഈ സാധനം പോകുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കയറ്റി ഇതിങ്ങനെ പൈസ പോയ ഒരുപാട് പേരുണ്ട് ഈ രാജ്യത്ത്. എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത്, നാദാപുരത്തുള്ള ഒരു സുഹൃത്തിൻ്റെ കോടിക്കണക്കിന് രൂപ പോയി. അതെങ്ങനെയാണത്? ഈ ഒരു ഗ്യാങ്ങിൽ ചെന്ന് പെട്ടു. പൈസ പെട്ടെന്നുണ്ട്, പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവന് കയ്യിലുള്ള പൈസയെല്ലാം എന്ത് ചെയ്തു, ഈ പഴയ വസ്തുക്കൾ വാങ്ങിച്ചിട്ട് പുറത്തേക്ക് അയക്കുന്ന ഒരു ടീമിൻ്റെ കയ്യിൽ ചെന്ന് പെട്ടുവൻ. എൻ്റെ പൈസയെല്ലാം പോയി. വിഗ്രഹം തന്നെയാണോ? വിഗ്രഹവും അതുപോലുള്ള നാണയങ്ങളും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, ഏറ്റവും പഴയ സാധനങ്ങൾ, രാജാവിൻ്റെ വാള്, രാജാവിൻ്റെ കസേര, രാജാവിൻ്റെ കിരീടം എന്നൊക്കെ പറഞ്ഞ് ഇവന് അതിനകത്ത് നിന്ന് കോടിക്കണക്കിന് രൂപ പോയി ഇവൻ്റെ.
അപ്പൊ പൈസ അങ്ങനെ അങ്ങനെ പോകുന്ന പാപ്പരായി അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. ഉണ്ട്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെ പോകുന്നുണ്ട്. ഈ വിഗ്രഹ മോഷ്ടാക്കളിൽ വലിയ പ്രശസ്തരായ ആളുകൾ അങ്ങനെ ആരെങ്കിലും വന്ന് പെട്ടത് ഓർമ്മയുണ്ടോ? മനസ്സിലായി, എൻ്റെ ഓർമ്മയിൽ ഇപ്പം വരുന്നില്ല. വിഗ്രഹം തങ്കച്ചൻ ഉണ്ടായിരുന്നു. വിഗ്രഹം തങ്കച്ചന്റെ പാറ്റേൺ എങ്ങനെയായിരുന്നു? വിഗ്രഹം തങ്കച്ചന് കുറേ കൂട്ടാളികളുണ്ടായിരുന്നു. വിഗ്രഹം തങ്കച്ചനെ അറസ്റ്റ് ചെയ്തത് ഉണ്ണികൃഷ്ണൻ സാറാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ കുറേ കേസുകൾ തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം. പിന്നെ തങ്കച്ചൻ്റെ ഒരു കേസിൽ ഞാൻ കൂത്തുപറമ്പ് കോടതിയിൽ ഞാൻ അന്വേഷിച്ചൊരു കേസിൽ ഉണ്ടായിരുന്നു തങ്കച്ചൻ. ഈ നമ്മുടെ ഈ വീടുകളിൽ ഇപ്പം വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കവർച്ച നടത്തുന്ന ആളുകൾക്കാവുന്നു. പല വീടുകളിലും വീട്ടിൽ തന്നെ ഒരു കവർച്ച നടത്തേണ്ട അവസ്ഥ, വീട്ടിൽ തന്നെ ഇതിന്റെ ആള് വന്നുപെട്ട കേസുകളുണ്ട്. അങ്ങനെയുള്ള കേസുകൾ ഉണ്ട്. അയ്യോ, കാസർഗോഡ് സി ആയിരിക്കുന്ന സമയത്ത് ഒരു വീട്ടിലെ കല്യാണം നടക്കുകയാണ്. അന്ന് രാത്രി വയനാട്ടിൽ നിന്നുള്ള ഒരു ടീം, ഇവരുടെ ഒരു സുഹൃത്താണ്, ഇയാൾ ചെറിയൊരു കോൺട്രാക്ടറാണ്. അപ്പോൾ കോൺട്രാക്ട് പണി എടുക്കുന്നത് വയനാട്ടിലാണ്. അപ്പം ഇവരെ കല്യാണത്തിന് വിളിച്ചു. ഇവർ വയനാട്ടുകാരെ, ഇവർ നല്ല കുടുംബ സുഹൃത്തുക്കളാണ്. ഇവരെ കല്യാണത്തിന് വിളിച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞു. ഇവരന്ന് അവിടെ തങ്ങി. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ 150ഓളം പവൻ കാണാനില്ല, സ്വർണം കാണാനില്ല. അപ്പോൾ ഇവർ പരാതി കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പരാതി കൊണ്ടുവന്ന് ഞാൻ സി ആണ്. ഇവർ പറയുന്ന ഡൗട്ട്, ആകെ ആ വീട്ടിൽ പുറത്തുനിന്നുള്ളവർ ഈ വയനാട്ടിൽ നിന്ന് വന്നവർ മാത്രമേ ഉള്ളൂ. അവരങ്ങ് പോവുകയും ചെയ്തു. എന്നിട്ട് ഇവരെ വഴിക്കിട്ട് നമ്മൾ പിടിച്ച്, ഇവർ കോഴിക്കോടേക്ക് ട്രെയിനിന് പോയത്, അവരെ ഇടയ്ക്ക് സ്റ്റേഷനിലിട്ട് നമ്മൾ പിടിച്ച് പരിശോധിച്ച് നോക്കി ഇവരെ. കാരണം ഇവർ പറയുന്നില്ലേ. അപ്പം അങ്ങനെയില്ല. പക്ഷേ എൻ്റെ ബലം അവരുടെ കയ്യിലില്ല, സാധനമില്ല. അവർ കൈമാറാനുള്ള സാധ്യതയും വളരെ വിരളം. അവർ 3 പേരും കണ്ടാണ് വന്നത്. അന്ന് ട്രെയിനിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുക? എന്നെ ട്രെയിനിനെ പോയെന്ന് മനസ്സിലാക്കിയിട്ട് ട്രെയിനിന് പോയതാണെന്ന് പറഞ്ഞു. ഇവർ കൊണ്ടാക്കുകയാണല്ലോ ചെയ്തത്. അപ്പോൾ ഇവർക്കൊരു ചെറിയ ഡൗട്ട് പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ ചോദിച്ചു ഇത് ആരാണ് ഇത് പിന്നെ ചെയ്യാൻ സാധ്യത, പുറത്തുനിന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു വയനാട്ടിൽ നിന്ന് 3 പേരുണ്ടായിരുന്നു. അവർ രാവിലെ ട്രെയിനിന് കയറി പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിട്ട് പിടിച്ച് അവരെല്ലാം ചെക്ക് ചെയ്ത് നോക്കി. ഇനി അതിനിടയിൽ മിസ്സിങ് ആയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി അവരുടെ കൂടെ വേറെ ആരെങ്കിലും വിളിച്ച് വന്നിട്ട് കൊണ്ടുപോയി ആ കേസ് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. കാരണം പിന്നെ ആ വീട്ടിലുള്ളവരോ ഈ വന്നവരോ അല്ലാണ്ട് വേറൊരാൾ, കാരണം ഒരു ഡോറ് പൊട്ടിച്ചിട്ടില്ല, പുറത്തുനിന്നൊരാളും അനധികൃതമായിട്ട് ആ വീട്ടിലേക്ക് കയറിയിട്ടില്ല. പിന്നെ പോകണമെങ്കിൽ ആ വീട്ടിനകത്തുള്ളവർ തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക, വേറെ ആരും ചെയ്യാൻ സാധ്യതയില്ല. തെളിയിക്കാൻ പറ്റിയിട്ടില്ല. കേസുകൾ ഏതാണ്? എങ്ങനെ തെളിയിക്കാൻ പറ്റും? നമുക്ക് തെളിയിച്ച കേസുണ്ട്, പക്ഷെ അത് വലിയ വിഷമുണ്ടാക്കുന്നൊരു കേസാണ്. അത് ഈ അടുത്ത പ്രദേശത്തുള്ളൊരു സ്ഥലമാണ്. പ്രദേശം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത് പിന്നെ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാവും എന്നുള്ളതുകൊണ്ട്. 2 പേരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ഈ പറഞ്ഞതുപോലെയാണ്. വീട്ടിൽ നിന്ന് ഒരു 40 പവനോളം സ്വർണം മിസ്സിങ്ങാണ്. 2ാമത്തെ നിലയിൽ സൂക്ഷിച്ചിരുന്ന അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാണ് അലമാരയിൽ നിന്ന് മിസ്സിങ്ങാണ്. അപ്പോൾ ഇവർ പരാതിയും കൊണ്ട് വന്നു. 40 ഇവർ എന്തോ നോക്കുമ്പോഴാണ് സാധനം കാണുന്നില്ല. അപ്പോൾ ആ വീട്ടിലുള്ളത് ഈ സർക്കാർ ഉദ്യോഗസ്ഥരും അവരുടെ ഒരു മകനും മാത്രമേ ഉള്ളൂ. സർക്കാർ ദമ്പതികളാണ് ഒരു മകനും. അപ്പം പിന്നെ ഞങ്ങൾ ഇന്ന് നോക്കുമ്പോൾ പുറത്തുനിന്നൊരാൾ കയറിയതായിട്ടുള്ള ഒരു ലക്ഷണവുമില്ല. ഞങ്ങൾ പൈപ്പെല്ലാം നോക്കുന്നു, പുറകിലത്തെ വാതിലേ നോക്കുന്നു. ഇനി ചോദിച്ചു വാതിലെല്ലാം തുറന്നിട്ടിരുന്നതെന്ന് വെച്ച് 2ാമത്തെ നിലയിൽ പുറത്തേക്കുള്ള വാതിൽ വല്ലതും തുറന്നിട്ടിരുന്നോ, ഇനി അതെങ്ങനെ ആൾക്കാർ കയറിഞ്ഞിട്ടോ അല്ലെങ്കിൽ മരത്തേ കൂടെ കാണും കയറി ഈ മേലത്തെ റൂമിൽ വന്ന് വല്ലതും ചെയ്തോ, ഒരടയാളവും ഇല്ല. ഒരു ഈച്ച കയറിപ്പോയ അടയാളം പോലും അവിടെ ഒന്നുമില്ല. അവസാനം അന്വേഷിച്ച് ആൾക്കാരെ ചോദ്യം ചെയ്യുമ്പോൾ വീട്ടിലുള്ളവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതെന്താണ് ആ ബുദ്ധിമുട്ട്? അത് ഭയങ്കരമല്ല. ഇപ്പം നേരത്തെ കാസർഗോഡത്തെ കേസ് പറഞ്ഞത് തന്നെ നമ്മൾ ആ വീട്ടിലുള്ളവരെ ചോദ്യം ചെയ്യണം. കാരണം പുറത്തൊന്നും ആരും വന്നിട്ടില്ല. അപ്പോൾ വീട്ടിലുള്ളവരെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ ചോദിക്കുന്ന ഓരോ ചോദ്യവും. പിന്നെ വയനാട്ടിൽ നിന്ന് നിങ്ങൾ ഇത്ര ഇന്ന ആൾക്കാർ മാത്രം വരാനുള്ള കാരണം എന്താ? വേറെ ആരും ഫ്രണ്ട്സ് ഇല്ലേ? ഇപ്പോൾ കുടുംബകലഹത്തിനുള്ള കാരണം ചോദ്യം വേറെ അർത്ഥങ്ങൾ കടന്നു വരും. അവരിപ്പോൾ വീട്ടിനകത്ത് എന്ത് പിന്നെ നിങ്ങൾ എപ്പോഴുണ്ടായിരുന്നു, നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇപ്പോൾ എത്ര ദിവസമായി ഇത് സംശയം തോന്നി കളവ് നടക്കാൻ സാധ്യത,
ആരൊക്കെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്, എത്ര പേര് ഇവിടെ തങ്ങിയിട്ടുണ്ട്. നിങ്ങൾ 3 പേര് മാത്രമല്ലേ ഈ വീട്ടിലുള്ളൂ. അപ്പം നിങ്ങൾ അറിയാതെ ഇതെങ്ങനെ നടക്കുന്നു നമുക്ക് ചോദിച്ചല്ലേ പറ്റുള്ളൂ, കണ്ടുപിടിക്കണ്ടേ. നിങ്ങൾ 3 പേരും അറിയാതെ 3 പേരെ മാറ്റി മാറ്റി നിർത്തി ചോദ്യം ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. ഈ പാണ്ടാൻ കേസ് കൊടുക്കാൻ പോയല്ലോ എന്ന് വിചാരിക്കും വരും എന്നൊരു അവസ്ഥയിലാവും. പിന്നെ കാരണം പല സ്വകാര്യങ്ങളും പറയേണ്ടി വരും. അവസാനം ഈ കളവ് നടത്തിയിരിക്കുന്നത് ആ വീട്ടിലെ മകനാണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ആ മകൻ എന്താ അങ്ങനെ ചെയ്യാൻ കാരണം എന്താണ്? അവന് സാമ്പത്തികമായിട്ടുള്ള ചിലവാക്കൽ കൂടുതലാണ്. അവൻ വേറൊരു സ്കൂളിലാണ് പഠിക്കുന്നത്, ദൂരെയുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ്റെ ചിലവിന് വേണ്ടി അവൻ മോഷ്ടിച്ചതാണത്. ഇത് നമുക്ക് ഇവിടെ നിസ്സഹായരാണ് നമ്മൾ. ഇത് കണ്ടുപിടിച്ചു, ഞങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷേ അതൊരു ട്രയലിലേക്ക് പോകാനോ പ്രതിയെ ശിക്ഷിക്കുന്ന രൂപത്തിൽ കേസന്വേഷണം നടത്താനോ ഈ പരാതിക്കാർക്ക് താല്പര്യം ഉണ്ടാവുമോ? എഫ്ഐആർ ഇട്ടിട്ടല്ലേ നമ്മൾ അന്വേഷിക്കുന്നത്. അറസ്റ്റ് ചെയ്തു. അതൊക്കെ അത് അവർക്ക് താല്പര്യമില്ലല്ലോ. ഇവൻ സമ്മതിക്കുന്നു, പക്ഷേ അച്ഛനും അമ്മയും സമ്മതിക്കുമോ? മകനെ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുമോ? അപ്പോൾ എന്ത് ചെയ്യും? അത്തരം കേസുകൾ നിങ്ങൾ എന്ത് ചെയ്യും? അത്തരം കേസുകൾ എൻ്റെ ഭാഗത്തിന് എനിക്ക് അന്നേരം ഒരു ട്രാൻസ്ഫർ കിട്ടിയുകൊണ്ട് ഞാൻ അവിടുന്ന് തടിയൂരി. പിന്നെ വന്ന ആളെന്താ റെഫർ ചെയ്യുകയാണോ എന്തോ ചെയ്തെന്ന് എനിക്കറിയത്തില്ല. ഈ കേസ് റിപ്പോർട്ട് ചെയ്ത് ഒരു 2 മാസം കഴിയുമ്പോഴത്തേന് എനിക്ക് ട്രാൻസ്ഫറായി. ഇതൊരു ഭയങ്കര ഡിലേമേ. നമ്മൾ വിചാരിക്കുന്ന ഒരു വീട്ടിൽ നിന്നൊരു പയ്യനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? അറസ്റ്റ് ചെയ്യേണ്ടതാണ്, അവനെ അറസ്റ്റ് ചെയ്യേണ്ടുന്നതാണ്. അപ്പോൾ ഇവർ അടമ്പൻ്റായിട്ട് പറയുന്നത് മകൻ അങ്ങനെ ചെയ്യത്തില്ല, നിങ്ങൾ പോലീസ് കളവ് പറയുന്നതാണ്. എൻ്റെ മകനെ കുരുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കേസും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾക്ക് കേസും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. പക്ഷെ നമുക്കങ്ങനെ വിടാൻ പറ്റുമോ? നമുക്ക് രജിസ്റ്റർ ചെയ്തൊരു കേസല്ലേ. എഫ്ഐആർ ഇട്ടുപോയി. അതിൻ്റെ ഫർദർ നടപടികളും തുടങ്ങി. അപ്പോൾ അത് പുറത്ത് മൊത്തം ഇവർക്ക് ഇതിനേക്കാളും ക്ഷീണമല്ലേ. കാരണം മകന് ഇത് ചെയ്തതെന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് വലുതല്ലേ. അപ്പോൾ അവർക്ക് കേസ് വേണ്ടാന്നുള്ള രൂപത്തിലേക്കായി. ഞാൻ ഒരു ഡിലേമേ നിൽക്കുമ്പോഴാണ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഞാൻ പോകുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് പിന്നെ എനിക്ക് അത് അന്വേഷിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ല നമുക്ക്. ഇത് നമ്മുടെ അന്വേഷണ വേളയിൽ ഈ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഒന്ന് പെട്ടുപോകും. ഈ സ്ത്രീകൾ മോഷ്ടാക്കളായിട്ടുള്ള ഒത്തിരി പെണ്ണുങ്ങളൊക്കെ ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് പുറമെ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളും ഈ രംഗത്ത് ഒരു കാലത്ത് ഭയങ്കര വിദഗ്ധരായിട്ട് പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത്തരം അനുഭവങ്ങൾ സ്ത്രീകൾ വന്നു. അത് വീട്ടു ജോലിക്കാർ, വീട്ടിൽ വരുന്നവർ ഒക്കെ മോഷണം നടത്തി ഒരുപാട് കേസുകൾ പിടിച്ചിട്ടുണ്ട്, ഒരുപാട് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അനുഭവങ്ങൾ ഏതാ പറയാൻ പറ്റും? അത് ഞാനിപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നില്ലത്, ഞാൻ ഓർത്തിട്ട്. ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് സ്ത്രീകൾ വന്ന ഒരു കാലത്ത് ചോർച്ച നടത്തിയിരുന്ന സംഭവങ്ങളുണ്ട്. ഭയങ്കര ബോൾഡായിട്ടുള്ള ഗർഭിണികൾ, കൊച്ചു കുട്ടിയായിട്ടൊക്കെ വന്നിട്ട് ചോർച്ച നടത്തിയിരുന്നു. അത് ഉണ്ട്, ഇഷ്ടം പോലെ കേസുണ്ട്, ഇഷ്ടം പോലെ. അവർ മിക്കവാറും അവരുടെ ഓപ്പറേഷൻ ബസ്സിനകത്തോ ട്രെയിനിനകത്തോ ആയിരിക്കും ഇവരുടെ ഓപ്പറേഷൻ. ഇനി ഇവരെ പിടിച്ചാലോ? നമ്മളെന്തായാലും മിക്കവാറും ഒരു സ്ഥലത്തുനിന്ന് നമ്മളെന്ത് ചെയ്തു, പിന്നെ പലപ്പോഴും നമ്മൾ എക്സ്റേ ഒക്കെ എടുത്തിട്ടാണ് തിരിയുന്നത്. ഇവരപ്പാടെ വിഴുങ്ങിക്കളയും, വിഴുങ്ങും, മാലപ്പാടെ വിഴുങ്ങിക്കളയും. എന്നിട്ട് അത് എന്ത് ചെയ്യും നിങ്ങൾ? ഇത് നമുക്ക് കുറേ കഴിഞ്ഞതിന് ശേഷം മനസ്സിലായി ഇവരുടെ മോഡസ്. പരിശോധിച്ചു, നോക്കിയോ സാർ, നോക്കിയോ, അവിടെ നോക്കിയോ, ഇവിടെ നോക്കിയോ, ഒന്നും കിട്ടൂല നമുക്ക്. അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു ഓഫീസർക്ക് തോന്നിയതാണ് ഇന്ന് എക്സ്റേ എടുത്ത് കളയാൻ. അങ്ങനെ എക്സ്റേ എടുത്തപ്പോഴാണ് വയറ്റിൽ കിടപ്പുണ്ട് സാധനം. പിന്നെ ഇവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുന്നതെന്ന് ഇവർക്കൊരു പ്രത്യേക മോഡസ് ഉണ്ട്. ഇവർ അവിടെ മൊത്തം അങ്ങ് മലവിസർജനം നടത്തി കളയും. പിന്നെ ആരെങ്കിലും അടുത്തേക്ക് പോവോ? അങ്ങനെ മോഡസ് ഉണ്ട് ഇവർക്ക്. ഈ ലോക്കപ്പിൻ്റെ ഉള്ളിൽ എവിടെയാണോ അവിടെ അവർ മലമൂത്ര വിസർജനം നടത്തും ഈ മോഷ്ടാക്കൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ. അത് അവരുടെ ഒരു മോഡസ്. തമിഴ് സ്ത്രീകളുടെ അന്നത്തെ കാലത്ത്. ഇപ്പം പിന്നെ അങ്ങനെ അവരാരും ഇല്ലല്ലോ. ഇത് അപ്പം പിന്നെ ആരും ചോദ്യം ചെയ്യാൻ പോവോ? കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇവരെ ഇറക്കി വിടും. അല്ലാണ്ട് വേറെ എന്താ മാർഗം? അങ്ങനെ പലതരത്തിലുള്ള മോഷ്ടാക്കൾ.